ഈ ശബരിമല മണ്ഡലകാല വാർത്തകളിലേക്കാണ് നോക്കാം ശരണമന്ത്രം. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം, കുബേരാശ്രമം, ആയൂർ, കൊല്ലം. അയ്യപ്പ സന്നിധിയിലെത്തുന്ന ഭക്തർക്ക് അടിയന്തര ഘട്ടത്തിൽ സേവന സന്നദ്ധരായി എമർജൻസി സ്ട്രെച്ചർ ടീം. കാനനപാത വഴിയെത്തുന്ന ഭക്തരിൽ അവശത അനുഭവിക്കുന്ന നിരവധി പേർക്കാണ് ഇവർ താങ്ങായത്. കാസർഗോഡ് നിന്നും 20 പേരാണ് എമർജൻസി സ്ട്രെച്ചർ സംഘത്തിലുള്ളത്. വനം വകുപ്പിന്റെ ചെക്ക് പോസ്റ്റിൽ ലഭിക്കുന്ന സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാനനപാതയിൽ അകപ്പെടുന്ന ഭക്തരെ ഇവർ അതിവേഗം സ്ട്രെച്ചറിൽ സുരക്ഷിത സ്ഥാനത്തെത്തിക്കുന്നത്. നാട്ടിൽ വിവിധ ജോലികളിൽ ഏർപ്പെടുന്ന സംഘം തുച്ഛമായ ശമ്പളത്തിലാണ് ഇവിടെ സേവനത്തിനെത്തിയിരിക്കുന്നത്. എല്ലാ മലയാള മാസങ്ങളിലും നട തുറക്കുന്ന സമയത്ത് ശബരിമലയിലെത്തി ജോലി ചെയ്തു മടങ്ങുമെന്ന് സംഘത്തിലുള്ള ശിവപ്രസാദ് പറഞ്ഞു. ഇപ്പം നമ്മളൊരു സേവനം എന്ന രീതിയിലാണ് ഈ പണി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം വെച്ചാൽ ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോകേണ്ട ആൾക്കാരെ വരുന്നുണ്ട്, നടത്തിക്കൊണ്ട് പോകേണ്ട ആൾക്കാരെ വേണ്ടി ഒരാളെ കാണാണ്ട് വയ്ക്കുന്ന തപ്പിപ്പിടിക്കുന്നത് അങ്ങനത്തെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പുല്ലുമേട് വഴി വരുന്ന യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ ഈ മേഖലയിൽ വരുന്ന അപകടങ്ങളെക്കുറിച്ച് ആരും ചിന്തിക്കുന്നതിനപ്പുറമാണുള്ളത്. ആ പുല്ലുമേട് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഒരു കൂടും കാടാണ്. അതിനുള്ളിൽ വലിയ വന്യമൃഗങ്ങളും എപ്പോഴും ഉണ്ട്. ഞങ്ങൾ എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളും വന്യമൃഗങ്ങളെ കാണലുണ്ട്. ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലാണ് എമർജൻസി സ്ട്രെച്ചർ ടീമിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, സന്നിധാനം. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം, കുബേരാശ്രമം, ആയൂർ, കൊല്ലം.